വലങ്കൈ കൊടുക്കുന്നത് ഇടങ്കൈ അറിയാൻ പാടില്ല എന്നാണല്ലോ പ്രമാണം. പക്ഷേ നമ്മൾക്ക് വലങ്കൈ കൊടുക്കുന്നത് എല്ലാവരും അറിയണോണ്ട്, എല്ലാവരും അറിയിച്ച് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വാങ്ങുന്ന ആൾ, നമ്മൾ കൊടുക്കുന്ന ആളുടെ പ്രൈവസി മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു പക്ഷം. നമ്മൾ ഒരാൾക്ക് സഹായം ചെയ്യുന്നത് മറ്റൊരാൾക്ക് പ്രചോദനമാവുകയാണെങ്കിൽ അതൊരു നല്ലൊരു കാര്യമല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വീഡിയോ ആക്കിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ഓണൊക്കെ അടുക്കാറായില്ലേ, അപ്പോൾ ഞാൻ കുറച്ച് സെറ്റ് മുണ്ടൊക്കെ കൂടിയിട്ട് ഇവിടെ അടുത്തുള്ള തൃക്കണാപുരം, കുറ്റിപ്പുറം അടുത്തുള്ള തൃക്കണാപുരം എന്ന സ്ഥലത്ത് ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. അവിടെയുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ട് കുറച്ച് സെറ്റ് മുണ്ടൊക്കെ ആയിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. 2 ദിവസം മുൻപ് ഞങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് അവിടുത്തെ നടപടിക്രമങ്ങൾ, എങ്ങനെയാണ് ഇത് സ്വീകരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് രാവിലെ നിങ്ങൾ വിളിച്ചിട്ട് വന്നാൽ മതി, കൊണ്ടുവന്നോളൂ എന്നാണ് പറഞ്ഞത്. ഞങ്ങളിപ്പോൾ അവിടേക്ക് പോകുമ്പോൾ ഈ പോകുന്ന വഴിയൊക്കെ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് നല്ല പരിചയമുള്ള സ്ഥലങ്ങളായിരിക്കും. കാരണം ഞാൻ എൻ്റെ വീട്ടിലേക്ക് കുമ്പിടിയിലേക്ക് പോണത് ഈ റൂട്ടിനാണ്. കാടാമ്പുഴ കഴിഞ്ഞ് വെട്ടിച്ചിറ കഴിഞ്ഞിട്ട് വളാഞ്ചേരിയും കഴിഞ്ഞ് കുറ്റിപ്പുറവും കഴിഞ്ഞിട്ടാണ് തൃക്കണാപുരം. തൃക്കണാപുരത്താണ് ഈ ഓൾഡ് ഏജ് ഹോം ഉള്ളത് എന്ന് പറഞ്ഞത്. തൃക്കണാപുരത്തു നിന്നും ഒരു 5-6 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ്, 5 കിലോമീറ്ററോളം കഴിഞ്ഞിട്ടാണ് എൻ്റെ നാട് കുമ്പിടി. ഇന്നിപ്പോൾ അവിടേക്ക് പോകണില്ല കേട്ടോ. ഇതൊരു സർക്കാർ സ്ഥാപനമാണ് കേട്ടോ. ഞങ്ങൾ ചെന്നിട്ട് ഒന്ന് കോളിംഗ് ബെൽ അടിച്ചപ്പോഴേക്കും ഒരു ഗേറ്റ് തുറക്കാൻ ഒരാൾ വന്നു. അങ്ങനെ ഞങ്ങൾ അതിനകത്തേക്ക് കയറി. നല്ല വൃത്തിയുള്ളൊരു വലിയൊരു കെട്ടിടമാണ്. ഇവിടെ ഉള്ളവരൊക്കെ മുൻപ് കുടുംബത്തോടൊപ്പം കഴിഞ്ഞിരുന്നവരായിരിക്കും. എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നതായിരിക്കും. എൻ്റെ കസ്റ്റമേഴ്സായിട്ടുള്ള നിങ്ങളോട് പറയാണ്, നിങ്ങൾക്കും ഇതിൽ സന്തോഷിക്കാം. കാരണം നിങ്ങൾ ചിലവാക്കിയ സംഖ്യയുടെ ഒരു ചെറിയൊരു പങ്ക് അർഹതപ്പെട്ടവരിലേക്ക് ഞാൻ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.